പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും തിരിച്ചെത്തി ഗൈസ്. കണ്ണൻ വൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് ജാവ ഞാൻ കാണിച്ചുതരാം. ജാവ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ഗൈസ് നമ്മളങ്ങനെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാനൊരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തു. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഇത് കയറ്റിയിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ വേൾഡ് ഡിലീറ്റ് ആക്കും ഗൈസ്. ഈ വേൾഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ, കണ്ണൻ വൈറ്റി ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് ഡിലീറ്റ് ആക്കാം. ഇത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നൊരു വേൾഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയൊരു വേൾഡ് തുടങ്ങാം. ലെറ്റ്സ് പ്ലേ സീരീസ്. ഗെയിം മോഡ് സർവൈവൽ, ഡിഫിക്കൽട്ടി നോർമൽ. കമാൻഡ് ഓൺ ചെയ്യാം. കണ്ണൻ വൈറ്റിന്ന് പേരിടാം ഗൈസ്. അയ്യോ മുഞ്ചിട്ടുണ്ട് ഗൈസ്. ഒരു മിനിറ്റ്. കണ്ണൻ വൈറ്റി. ഒത്തിരി ഒച്ചത്തിൽ സംസാരിക്കാം ഗൈസ്. മറ്റേത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒച്ചത്തിൽ സംസാരിക്കാം. ലോഡിങ് ട്രെയിനിങ് ആണ് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു സീന് കാണാനാണ് ഞാൻ ഇത്രയും കാലം കാത്തു നിന്നത് ഗൈസ്. മച്ചാമാരെ പൊളിപ്പാണ് ഗൈസ്. പൊലിവാണ് ഗൈസ്. പുലിവേഷ്. ഒരു മിനിറ്റ് ഗൈസ്, കീഴൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾക്ക് നോർമലായിരിക്കും, എനിക്ക് നോർമലല്ല ഗൈസ്. അങ്ങനെ നമ്മൾ സ്ക്രൂസിൻ്റെ സവാനല്ല ഗൈസിൻ്റെ പേരെന്തായിരുന്നു? അച്ചീവ്മെൻറ്റ് ഗൈസ്. ഫസ്റ്റ് ജാവ. ഈ ഫീല് പറയണ ഗൈസ്. ഇത് ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഗൈസ്. അതും സ്വന്തം ലാപ്പിൽ, സ്വന്തം മൈൻക്രാഫ്റ്റ് ആദ്യമായി ഗൈസ്. പൊലിവേഷ്. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. ഞാൻ ഫിലിമോറെ കയറ്റിയിട്ടുള്ളത്. ഫോട്ടോഷോപ്പ് പറ്റുന്നുണ്ടാവും. നമുക്കിതിലൊരു ഇതിടണം ഗൈസ്. എന്താ അതിൻ്റെ പേര്? നമുക്കിതുണ്ടാക്കാം. റെസിപ്പി ഉണ്ടാക്കാം ഗൈസ്. അല്ലാതെ എനിക്കറിയത്തില്ല. ഇത് നമുക്കിങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് ഇതായിരിക്കും. ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ ഇത് എന്താ അതിൻ്റെ പേര്? ഓക്കെ, മറ്റേ ഗൈസ് ഇതിൽ നമുക്ക് ഇതിനെക്കാട്ടും നല്ല ഇതാണ് ഗൈസ്. സ്വാഡിനെക്കാട്ടും നല്ലത് നമ്മുടെ ഇതാണ്. ഗൈസ് മറ്റേത് കളിച്ച് ശീലമായിട്ട് ആകെ ഒരു ഒരത് ഫോണിൽ കളിക്കുമ്പോൾ കീബോർഡിൽ വേണം ഗൈസ് ലെഫ്റ്റ് ക്ലിക്ക് ഒക്കെ. ഇതിലങ്ങനെയല്ലല്ലോ. ഇതൊക്കെ കുറച്ച് പറിച്ചെടുക്കാം. ആകെ മൊത്തം കൺഫ്യൂഷൻ ആവുന്ന ഗൈസ്. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ വേണം. ഇത് കോബിൾ സ്റ്റോൺ അല്ലാതെ എനിക്കറിയാം. അച്ചീവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ചെയ്താൽ. കുറച്ച് ഡേർട്ട്. ഇത് എന്ത് ഡേർട്ടാണാവോ? ഇതിൽ അയൺ പെട്ടെന്ന് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് ഈ ബയോമിൽ. സ്റ്റോണേജ് നമുക്ക് കുറച്ച് അങ്ങോട്ട് മുറിക്കട്ടെ ഗൈസ്. ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണും. പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് OBS സ്റ്റുഡിയോയിലാണ്. വേറെ നോയ്സ് ഒന്നുമില്ല വിചാരിക്കുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ ഗൈസ് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണ്ടെന്ന് അറിയത്തില്ല. അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. പിന്നെ എങ്ങനെയാണ് വൈബ്രൻറ്റ് വിഷ്വൽസ് ലോഞ്ചർ ആകുമ്പോൾ ഉണ്ടാവില്ല തോന്നുന്നു ഗൈസ്. അത് ഷെയ്ഡർ നമ്മൾക്ക് കയറ്റണം ഗൈസ്. വല്ല കോംപ്ലിമെൻ്ററിയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് കയറ്റണം. BLSO ഏതെങ്കിലുമൊക്കെ കയറ്റണം ഗൈസ്. എന്തായാലും നമ്മളൊന്ന് കയറ്റും, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടിട്ട് വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. ആദ്യം ഞാൻ ഫോൺ ചെയ്യുന്നു. ഇപ്പം ഞാൻ അങ്ങനെയല്ല. അധികം ഫോണിൽ കളിക്കുന്നവർക്ക് വ്യൂസ് കമ്മിയാവും. ജാവ പ്ലേയേഴ്സിനായിരിക്കും വ്യൂസ് കൂടുതൽ. അപ്പം ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ജാവ കയറ്റിയത്. പിന്നെ എനിക്ക് ജാവ വേർഷനാണ് ഇഷ്ടം ഗൈസ്. അതാകുമ്പോൾ വേറൊരു മൂഡാണ്. നമ്മൾ ഇതിൽ കളിക്കുന്ന പോലെ അല്ല. പക്ഷെ ആകെയുള്ളൊരു സീനെന്ന് പറഞ്ഞാൽ മൗസിന് ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാവും. ഓക്കെ, ആദ്യമായിട്ടുള്ള എന്തൊക്കെ ഞാൻ പറഞ്ഞെന്ന് മറന്നല്ലോ. ഇത് വേറൊരു ഫീലാണ് ഗൈസ്. അതാണ് ഇതിൻ്റെ പക്ഷെ ഇതിൽ പാട്ടിടാനൊന്നും അറിയത്തില്ല ഗൈസ്. ഈ പുതിയ ഇതായോണ്ടാ തോന്നുന്നു. ഫുള്ളി ഐസാണ്. അധികം ഇതായി വരുന്നത്, ചെറുതായിട്ടായി വരുന്നത്. നമുക്ക് കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പോയേക്കാം. പിന്നീട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യത്തുള്ളൂ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ചെറിയ രീതിക്കേ ചെയ്യത്തുള്ളൂ. മാക്സിമം വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ നോക്കും നമ്മൾ ഇനി തൊട്ട്.
നമുക്കിതിൽ മെയിനായിട്ട് വേണ്ട ആക്സും പിക്കാക്സുമാണ് ഗായ്സ്. ഇനി നമുക്ക് കുറച്ച് സ്പിയറിൻ്റെ ആവശ്യം. സ്പിയർ 2 അറ്റാക്ക്. ഇത് 9 അറ്റാക്ക്. കണ്ടോ, ഇതിൽ നമ്മുടെ ജാവയുടെ പോലെയല്ല, ബെഡ് റോക്കിൻ്റെ പോലെയല്ല. കാരണം ഇതിലിതാണ് പവർ കൂടുതൽ ഗൈസ്. മറ്റേ എന്താ അതിൻ്റെ പേര്, ആക്സ്. മറ്റിടത്തൊക്കെ സ്വാഡായിരുന്നു. ഇപ്പം നമ്മൾ ജാവയിലേക്ക് വന്നപ്പോൾ IQ സാധനമായി ഗൈസ്. നമുക്ക് അപ്പുറത്ത് പോവാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് വേൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വില്ലേജ് ഇതെങ്ങനെ ഗൈസ്, ഇങ്ങനെ സൂം ആക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നിക്കലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് എന്തായാലും ഒന്ന് നോക്കണം. അത് വില്ലേജാണ് ഗൈസ് കാണുന്നത്. വില്ലേജ്, ഓ ഭാഗ്യവാൻ തന്നെ. എന്നാൽ പിന്നെ ഇന്ന് ഫസ്റ്റ് വീഡിയോ തന്നെ വില്ലേജിൽ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഓ സ്പീഡിൽ പോടാ. നമ്മൾ ഫസ്റ്റ് ടൈം ജാവ ലെറ്റ്സ് പ്ലേ. ഇത് ഇനി എല്ലായാലും വീഡിയോ ഉണ്ടാവും ഗൈസ്. അധികം ഇതെന്നായിരിക്കും വീഡിയോ. മറ്റേന്ന് ഞാൻ നിർത്തണം എന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അതിൽ തന്നെയാവും വീഡിയോ. അല്ല, ഇതിൽ തന്നെയാണ് വീഡിയോ. ഇടയ്ക്കൊക്കെ അതൊന്നിടും ഗൈസ്. കാരണം നമ്മൾ വന്ന വഴി മറക്കരുതെന്നാണല്ലോ. പക്ഷെ അധികം ഇന്നായിരിക്കും വീഡിയോ. കാരണം അതിലാണ് ഒന്നും കൂടി എഡിറ്റ് ചെയ്യാൻ സുഖം. ഇതിൽ കുറച്ചും കൂടി പാടായിരിക്കും. നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ ഗൈസ്. അതിൻ്റെ ഒരു ഇതുണ്ട്. നമുക്ക് പോയേക്കാം. അവിടെയാണ് ഞാൻ കണ്ടത് ഗൈസ്. നൈറ്റാണ് അതിൻ്റെ മുമ്പ് അവിടെ പോകും. എന്താ ഗൈസ്, ബഗ്ഗാണോ? ഞാൻ ആദ്യം കളിച്ച് വെച്ചതൊന്നും അല്ല, അതുപോലെ സീഡും അല്ല ഗൈസ്. നിങ്ങൾ വിചാരിക്കും സീഡാണെന്ന്. സീഡൊന്നും അല്ല. ഓക്കെ, പോകണം ഇതിൻ്റെ ഇടയിൽ നിന്ന്. സീഡൊന്നും അല്ല ഗൈസ്, പക്ക നോർമൽ സാധനം. നമുക്ക് പോവാം. ആ വില്ലേജിൻ്റെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കോപ്പറും കൊണ്ട് ഈ പുതിയ വേർഷനാണ് ഗൈസ്, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. പക്ഷേ വൈബ്രന്റ് വിഷ്വൽസ് ഇല്ല ഗൈസ്. അങ്ങനെ ഒരു സീൻ. ഞാൻ വൈബ്രന്റ് വിഷ്വൽസ് ഉണ്ടാകും വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കയറ്റി തന്നെ ഈ വേർഷൻ. പിന്നെ അത് മാത്രമല്ല, ഇതാവുമ്പോൾ കോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആർമർ ഉണ്ടാക്കാം. കോപ്പർ അവിടെ നിന്ന് കാണുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആർമർ ഉണ്ടാക്കാം ഗൈസ്. നോക്കട്ടെ എങ്ങനെ ഈ പാട്ടുകളൊക്കെ ഉണ്ട് എനിക്കറിയില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഒരു ഇളം ശബ്ദത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫീല് മാറും ഗൈസ്. എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. കുട്ടാപ്പികളെ ഒരു വില്ലേജറിനെ കണ്ട. വില്ലേജറെ കുയ് ഇവിടെ മച്ചാനെ മച്ചാനെ എന്താ ജോമു? എന്തോ എന്തോ ഇവിടെ എന്തോ തകരാറ്. എന്താ 5 വട്ടം ഞെക്കിയ എന്തോ സീൻ തോന്നുന്നു. നോക്കണ്ട, ഞാൻ അവര് പോട്ടെ. ഇവൻ്റെ മൂക്കാണ് നമ്മൾക്ക് വേണ്ടത്. ആ മൂക്കെടുത്ത് നമ്മൾ അരിഞ്ഞ് കഷ്ണമാക്കും. നമുക്ക് ഇതിലെന്താ ഉള്ളത്? ഗൈസ്, വെറൈറ്റി സാധനം, ഒന്നും പറയില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ചേ. മൂഞ്ച് സാധനം ഗൈസ്. ധാരാളം നാവിൽ കൊണ്ടുവച്ച്. അതായത് നമുക്ക് ഇവിടെ റീസ്പോൺ ചെയ്യാം. റീസ്പോൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൺകോളം അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ എന്താ? വേണ്ട എനിക്ക് ആവശ്യമില്ല. പോ. മേലെ എന്തെങ്കിലും ഉണ്ടോ അണ്ണാ? ഞാൻ വന്നണ്ണാ. അതെങ്ങനെയാ പോകും? ഇതെങ്ങനെയാ വെച്ചിട്ട് ലെഫ്റ്റ് ക്ലിക്കാ? അല്ല, റൈറ്റ് ക്ലിക്കോ? 80യോ? അതെന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഇൻവെന്ററി എടുത്തിട്ട് ഇതെടുത്തിട്ട് അങ്ങനെ. മനസ്സിലായി ഗൈസ്. അങ്ങനെ വെച്ചാൽ നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം. ഈ ആവശ്യമില്ലാത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം ഗൈസ്. ഓക്കെ, നിറഞ്ഞിട്ടൊന്നുമില്ല ഗൈസ്. നിറഞ്ഞു ഗൈസ്. ഇത്ര പെട്ടെന്ന് നിറഞ്ഞു. വട്ടാ ഗൈസ്. ഇനി നമുക്ക് അടി പോയേക്കാം. നമ്മൾ റീസ്പോൺ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സീനുള്ള ഗൈസ്. പോയോക്കട്ടെ. എന്താ ഡബിൾ ഡോർ ക്യൂ? മാസ്. ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം റീസ്പോൺ പോയിന്റ്. ചെറിയ വില്ലേജ് ആവണോ? മേലോട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചു ചെറിയ വില്ലേജായാലും നമുക്ക് സീനൊന്നുമില്ല. നമുക്ക് ചെറുതും വലുതൊന്നും ഒരു പ്രശ്നമല്ല ഗൈസ്. നമ്മൾ അയൺകോളെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. പീക്കി സാധനം. എന്താ ഇതിൻ്റെ തല അങ്ങനെ? എടാ, അത് എന്താ വില്ലേജർ തന്നെയാണോ? ഇവിടെ എവിടെയോ ഒരു വീട്.
ഞാൻ വിചാരിച്ചു വല്ല നല്ല സാധനം ഉണ്ടാവുമെന്ന്. തുറന്നപ്പോൾ തന്നെ വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് തുറന്നത്. പക്ഷേ അത് 21 ഇതൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, നോക്കട്ടെ എവിടെ എന്തൊക്കെയുള്ളത്. അണ്ണം വന്ന മാറി തരണം, എല്ലാവരും വഴി മാറി തരണം ഗൈസ്. ഓ, അപ്പുറത്ത് സ്നോ, ഇപ്പുറത്ത് സവാനല്ല, സ്ക്രൂസ് ബയോമാണല്ലോ. ഇതിനെന്തോ ഒരു പേരുണ്ടല്ലോ, മറ്റേ പേര് കിട്ടുന്നില്ല. ഓ ഇതൊന്നും വലിയ കുഴപ്പമില്ല. ലൂട്ട് അത്യാവശ്യം ഇതേ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, ഇതിലേക്കിപ്പോൾ ഡിക്കെ സ്പേസ് ഉണ്ടോ? അതില്ല. ഓക്കെ ഇത് നിറഞ്ഞു ഗൈസ്. എടാ ഈ കുഞ്ഞാപ്പൂസോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയതാ വന്നു ഗൈസ്. നമ്മുടെ കുളം, വില്ലേജേഴ്സൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് വില്ലേജേഴ്സിനെയൊക്കെ ഇവിടെ പൂട്ടിയിട്ടുണ്ട് ഗൈസ്. നീ അവിടെ കട. നമുക്ക് വില്ലേജേഴ്സിനെ പൂട്ടിയിടണം. ഈ കുളത്തിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടോ ആവോ? അയ്യോ നമുക്ക് ഈ ഇരുന്ന് ഗൈസ് എവിടെ നിന്ന് ഇതെന്താ? ഓക്കെ, ഇതിങ്ങനെ എറിയാൻ പറ്റും. ഓക്കെ, ഇത് ഇതിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമുണ്ട്. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. സമയം കളയാനായിട്ട് ഗൈസ് ഇതൊക്കെ ഇവിടെ ഇരുന്നോണം. ഇരിക്കത്തില്ലടേ. എടാ എന്താ അണ്ണാ, വെക്ക്. അങ്ങനെ അങ്ങനെയൊന്നും പറയരുത്. അയ്യോ അണ്ണ ശ്രദ്ധിക്കണം കേട്ടോ. ശിവണി, ബെഡ്. അണ്ണ സോറി. അവൻ പോയി ഗൈസ്. പിണങ്ങല്ലേടാ ജോമു. എവിടെ പോയി ഗൈസ്. നമുക്ക് ഈ ബെല്ലടിച്ചിട്ട് അവന്മാരെ, ഈ ബെല്ലടിക്കാനൊക്കെ ഒന്ന്, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഇതൊന്നൊന്ന് കേറട്ടെ. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. മാസ്റ്റർ വോളിയാണ് ഞാൻ കുറച്ചത്. മാസ്റ്റർ വോളിയാണ് ഗൈസ് ഞാൻ കുറച്ചത്. ഒരു മിനിറ്റ്. ഓപ്ഷൻസ്, മ്യൂസിക് വിതർ, അതൊക്കെ വേണം. മ്യൂസിക് വേണ്ട, ഇതും വേണ്ട. ഓക്കെ ഇപ്പം ഡണ്ണായി. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഇപ്പോഴാണ് ഗൈസ് അവര്. അപ്പോൾ വില്ലേജസ് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വില്ലേജസ് കയറുമ്പോൾ നമുക്കിതൊക്കെ മൂടണം. ഇത് ജോലി എടുക്കാത്ത പൊട്ടന്മാരായ വില്ലേജേഴ്സാണ്. എന്നാലും നമ്മൾ അവരെ സംരക്ഷിക്കണം ഗൈസ്. ഓക്കെ, കുഞ്ഞാപ്പി സോംബികൾ കയറണ്ട. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാം. പൊട്ടന്മാരാണ് ഗൈസ്, ഇവരെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് നോക്കിയാൽ തീരും. 2 എണ്ണത്തെങ്കിലും മിനിമം നമ്മൾ എടുത്തു വെക്കണം. കാരണം സീനാണ്. വീട്ടിൽ കയറടാ. നീയൊന്നും വീട്ടിൽ കയറത്തില്ല. പൊട്ടന്മാര് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ അവന്മാരിട്ട് പൂട്ടാം. ഒരു മിനിറ്റ്, ഈ പൊട്ടന്മാരെ പൂട്ടാൻ വേറെ വഴികൾ ഒന്നും വേണ്ട. നമ്മൾ മേലെ തന്നെ മൂടാൻ പോവാണ് ഗൈസ്. എടാ എന്താ? എടാ കുഞ്ഞാപ്പൂ വില്ലേജറെ, നീ ഒന്ന് ഇരുന്നേ. ചെറിയ ലാഗ് ഉണ്ടോ? എടാ ബ്ലോക്സ് കഴിഞ്ഞടാ. നമുക്ക് ഈ പേട മേലെന്നങ്ങോട്ട് പൊളിച്ചു തുടങ്ങാം. എങ്ങനെ വഴിക്കും വാ, അതൊന്നും സാരില്ല.
നമുക്കത് കുറച്ച് പ്ലാങ്ക്സ് ആക്കണം. ഓക്കെ 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 വീഡിയോ ലെങ്ത് ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുക, എനിക്കറിയാം. എന്താ ട്യൂണൊക്കെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഈ ട്യൂണൊന്നും വേണ്ട നമുക്ക്, അത് പ്രശ്നമാണ്. ട്യൂൺ വന്നാൽ പ്രശ്നമാണ്. ട്യൂണ് വേണ്ട. ഓക്കെ, ട്യൂൺ ഓഫ് ചെയ്തിട്ടുണ്ട്, അത് മതി. നമുക്ക് ബാക്കി ശബ്ദങ്ങളൊക്കെ വേണം. ബാക്കി ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മിക്കവാറും ഈ വില്ലേജേഴ്സിൻ്റെ ഇത് ഓഫാക്കിടേണ്ടി വരും. എന്താ ഭയം എടുക്കും കേട്ടോ, ഭയങ്ങൾ വേണം അണ്ണനൊക്കെ. എടാ ഇത് എന്താ, ഇത് ഹാഫ് ലോക്കാ? ഓക്കെ, വില്ലേജേഴ്സിനൊന്നും കാട്ടാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരു വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടുന്ന ആരെങ്കിലും ഒരാളും കൂടി. എടാ പോടാ, ഈ പൊട്ടന്മാരത് ഇങ്ങനെയാണ്. കേറ് 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 കേറത്തില്ല, നീ കേറത്തില്ല, നിന്നെ കൊന്ന അൽഫാമാക്കും. കേറാ കേറാ കേറാ.